ഹലോ ഗൈസ്, അപ്പോൾ തേങ്ങ ഇല്ലാതെ എങ്ങനെ ചമ്മന്തി റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. എരിക്കനുസരിച്ച് 4-5 ഉണക്കമുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോള കട്ട് ചെയ്തതാണ് കേട്ടോ. അത് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടുന്നത് പുളിയാണ്. പുളി ഇടുമ്പോൾ നോക്കിയിടുക. ഞാൻ ഇട്ട പുളി കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് എൻ്റെ ചമ്മന്തിക്ക് കുറച്ച് പുളി കൂടുതലായിരുന്നു കേട്ടോ. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ വേണ്ടുന്നത് 2-3 അല്ലി വെളുത്തുള്ളിയാണ്. അത് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. അതുകൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കണ്ട വീഡിയോയ്ക്കകത്ത് അവർ കുരുമുളക് പൊടിയാണ് ഇട്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മുളക് പൊടി ഇട്ടേക്കുന്നത്. എല്ലാം ഇട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് ഇവിടെ ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കുകയാണ്. ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. നല്ല കിട്ടിലോ ഐറ്റമാണ് മക്കളെ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട സാധനം തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.